ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ 80th ബർത്ത്ഡേ സെലിബ്രേഷൻ ആട്ടോ. അപ്പോൾ ഈ സെലിബ്രേഷൻ എനിക്ക് വേണ്ടി സെറ്റ് ചെയ്ത് എൻ്റെ അപ്പനും അമ്മയും എൻ്റെ ചേച്ചിമാരും കൂടിയാട്ടോ. തികച്ചും സർപ്രൈസ് ആയിരുന്നു എനിക്കിത്. ഞാൻ ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇത് ബർത്ത്ഡേയുടെ അന്നല്ല ഈ ഫംഗ്ഷൻ നടക്കുന്നത്, ബർത്ത്ഡേ കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ആട്ടോ. എൻ്റെ ബർത്ത്ഡേ വന്നിട്ട് ജൂൺ 26 ആട്ടോ. അപ്പോൾ അതേ നമ്മൾ ഫസ്റ്റ് തന്നെ അതിൽ പൂത്തിരി പോലത്തെ ഒരു സംഭവം ഉണ്ട്, അത് കത്തിച്ചു ഗൈസ്. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ചെറിയ കയ്യബദ്ധം എന്ന് പറയുന്ന പോലെ ഒരു ചെറിയ മണ്ടത്തരം പറ്റി. തിരി ഊതിയിട്ട് കട്ട് ചെയ്യണതിന് പകരം ഞാൻ കട്ട് ചെയ്തതിന് ശേഷമാണ് തിരി ഊതിയത്. അത് ഞാൻ ഓർത്ത് തിരി ഊതിയതല്ല, എന്നോട് ബാക്കിൽ നിന്ന് ഫ്രണ്ട് ഞാൻ ഊതെന്ന് പറഞ്ഞിട്ട് ഊതിയതാട്ടോ ഗൈസ്. അപ്പോൾ അതേ എല്ലാവരും നമുക്ക് കേക്ക് നമ്മളങ്ങോട്ട് കൊടുക്കുന്നു, നമുക്ക് തിരിച്ചു തരുന്നു, നമ്മളങ്ങോട്ട് കൊടുക്കുന്നു, നമുക്ക് തിരിച്ചു തരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാണ് എൻ്റെ ഫാമിലി, എൻ്റെ കൊച്ചു ഫാമിലി. ഞങ്ങൾ 5 പേരടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ് ഞങ്ങളുടേത്. ഇത് 18ാമത്തെ ബർത്ത്ഡേ സെലിബ്രേഷന് വന്ന ആൾക്കാരൊക്കെയാണിത്. എല്ലാവരും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. ഈ ഒരു കുഞ്ഞു പൊസിഷനിൽ ഇതെനിക്ക് എൻ്റെ അപ്പൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ചെയിനാട്ടോ. ഇതെൻ്റെ ആൻറ്റിയും അച്ചാച്ചനും ചേച്ചിയും കൂടി ഗിഫ്റ്റ് ചെയ്തൊരു കമ്മലാണ്. പിന്നെ ഇത് ഫോസിലിൻ്റെ ഒരു ചെയിനും മാലയാണ്. ഇതെൻ്റെ അമ്മയുടെ ജോലി സ്ഥലത്ത് നിന്ന് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതെൻ്റെ ചേച്ചിമാർ എനിക്ക് അന്ന് ഗിഫ്റ്റാണ്. ഒരു ഡ്രസ്സും സ്പ്രേയും പിന്നെ ഒരു കാർട്ടൂൺ തീമിലൊരു സംഭവം ക്രിയേറ്റ് ചെയ്തത് എൻ്റെ മൂത്ത ചേച്ചി. ഇതെൻ്റെ അമ്മയുടെ ഗിഫ്റ്റ്, സ്പ്രേയും ചെയിനും. ഇതെൻ്റെ അപ്പൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഉള്ള ഗിഫ്റ്റാണ്. മേക്കപ്പ് ഐറ്റംസും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ. ഇത് വന്നവരൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നു, നമ്മൾ കേക്ക് കൊടുക്കുന്നു, അങ്ങനത്തെയൊക്കെ പൊസിഷൻസ് ആട്ടോ. ഇതിൽ ചില പൊസിഷൻസൊക്കെ കിട്ടിയിട്ടില്ല, കുറച്ചൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കിട്ടിയതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എക്സൈറ്റ്മെൻറ്റിൽ ആരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ പറയുന്നത്. കാരണം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഓരോരുത്തർക്കായിട്ട് കേക്ക് കൊടുത്തുകൊണ്ടിരിക്കട്ടെ. അതേ നമുക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി അടുത്ത ആൾക്കാർ വരുന്നു, നമ്മൾ കേക്ക് കൊടുക്കുന്നു, ഗിഫ്റ്റ് വാങ്ങിക്കുന്നു, കേക്ക് കൊടുക്കുന്നു, ഗിഫ്റ്റ് വാങ്ങിക്കുന്നു. അങ്ങനെ തന്നെയായിരുന്നു എല്ലാവരുടെയും ഇത്. കുറേ പേരൊക്കെ ഗിഫ്റ്റ് നമുക്ക് നേരത്തെ തന്നായിരുന്നു. പിന്നെ ഈ ഗിഫ്റ്റുകളൊക്കെ ഈ സെലിബ്രേഷൻ്റെ അന്ന് കിട്ടിയ ഗിഫ്റ്റുകളൊന്നും നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മളതിൻ്റെ ഫോട്ടോ എടുത്തില്ല. കാരണം ഗിഫ്റ്റ് കിട്ടിയപ്പോൾ തന്നെ എക്സൈറ്റ്മെൻറ്റിൽ എല്ലാം ചടപട എന്ന് പറഞ്ഞ് പൊളിച്ചു. പിന്നെ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഒരു സംഭവം മാത്രമേ ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ അന്ന് കിട്ടിയ ഗിഫ്റ്റായിട്ട്. ബാക്കിയെല്ലാം ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ എനിക്ക് ബർത്ത്ഡേയുടെ അന്ന് കിട്ടിയ ഗിഫ്റ്റുകളാട്ടോ. സെലിബ്രേഷൻ ഉണ്ടായാലും ബർത്ത്ഡേയുടെ അന്ന് കിട്ടിയ ഗിഫ്റ്റുകളാണത്. പിന്നെ എനിക്ക് കേക്ക് കട്ടയിലും എല്ലാം എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ മുഖത്ത് ഈ ക്രീം തേക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ കേക്ക് കട്ടയിലൊക്കെ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ബലൂൺ ഡെക്കറേഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളങ്ങനെ ചെയ്യാറില്ല. എനിക്ക് അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഡെക്കറേഷനൊക്കെ വേണം, പിന്നെ ഗിഫ്റ്റ് കിട്ടണം, അത്രയൊക്കെ ഉള്ളൂ. എനിക്ക് ചെറിയ ആഗ്രഹങ്ങളാണ്. അത് എൻ്റെ ചേച്ചിമാർ നല്ല പോലെ മനസ്സറിഞ്ഞ് ചെയ്ത പോലെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത ആളുകൾ ഞാൻ പറഞ്ഞ പോലെ ഗിഫ്റ്റ് തരുന്നു, വരുന്നു, ഫോട്ടോ എടുക്കുന്നു, കേക്ക് കഴിക്കുന്നു, തരുന്നു, ഞാൻ കൊടുക്കുന്നു, കഴിക്കുന്നു, ഞാൻ കൊടുക്കുന്നു, കഴിക്കുന്നു. അത് തന്നെ ഗൈസ്, കേക്ക് കഴിച്ച് മടുത്തു ഗൈസ്. അതുപോലെ ഒരവസ്ഥയിലായിപ്പോയി. പക്ഷേ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമാണ് ഇവരെല്ലാവരും വിളിച്ചവരെല്ലാവരും വന്നതിലും. പിന്നെ എൻ്റെ ഫാമിലി എനിക്കൊന്ന് ഇത്രയും വലിയ സർപ്രൈസ് തന്നതിലും. അവർ രാത്രി കുത്തിരുന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയേക്കാം കേട്ടോ. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബർത്ത്ഡേയുടെ അന്ന് സെലിബ്രേഷൻ സമയത്തും എന്തോ ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജ് വന്നപ്പോൾ ഫ്രിഡ്ജിൽ 2 കേക്ക് ഇരിക്കുന്നു. 2 കേക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അപ്പം പ്ലം കേക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് കണ്ടത്. അതിൻ്റെ ഫോട്ടോ എടുത്തില്ല കേട്ടോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി കേക്കായിരുന്നു. എൻ്റെ അപ്പൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കേക്കാണ്, പക്ഷെ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. എനിക്ക് പ്ലം കേക്കൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ അത് കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ കേക്ക് അധികം ഉണ്ടായില്ല, അതുകൊണ്ട് കൂടുതൽ കഴിക്കാനും പറ്റിയില്ല ഗൈസ്. നമ്മളിപ്പം അടുത്ത ആളുടെ കൂടെ ഫോട്ടോ എടുക്കാം കേട്ടോ. ഇന്ന് നമ്മൾക്ക് പോപ്പർ പൊട്ടിക്കാം. എനിക്ക് പിന്നെ ഒരാഗ്രഹം എന്ന് വെച്ചാൽ ഈ പോപ്പർ പൊട്ടിക്കണം എന്നും ഒരാഗ്രഹം കേട്ടോ. അതൊന്നും പൊട്ടിക്കാറില്ല, നിറച്ചിങ്ങനെയാവുമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ താഴെ കിടക്കുമെന്നും പറഞ്ഞിട്ട് പൊട്ടിക്കാൻ സമ്മതിക്കാറില്ല. പക്ഷേ എൻ്റെ എല്ലാ ആഗ്രഹവും സാധിച്ചു തരാൻ വേണ്ടി അവർ പൊട്ടിച്ചു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേക്ക് വന്ന ആൾക്കാരെയൊക്കെ നമ്മളിപ്പോൾ കാണിച്ചത്. ഇവരൊക്കെയായിട്ടാണ് നമ്മുടെ ബർത്ത്ഡേക്ക് വന്നത്. വീഡിയോയിൽ കുറേ പേരൊന്നും കണ്ടില്ലല്ലോ, നേരത്തെ കാണിച്ച വീഡിയോയിൽ. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ വന്നവരുടെ എല്ലാവരെയും ഏകദേശം ഫോട്ടോ എടുത്തവരുടെ എല്ലാവരുടെയും ഫോട്ടോ ഞാൻ എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ആരുടെയെങ്കിലും ഇൻ കേസ് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മുടെ പരിപാടിക്ക് വന്നത് കേട്ടോ. എല്ലാവർക്കും കേക്ക് കൊടുക്കുന്നതും പിന്നെ അവർ നമുക്ക് ഗിഫ്റ്റുകൾ തന്നതും പറ്റാന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എല്ലാവർക്കും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. സൂപ്പറായിരുന്നു. അന്ന് എനിക്ക് വിവരിക്കാൻ പറ്റാത്ത സന്തോഷം എന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായിരുന്നു ഗൈസ്. ഇനി നമുക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാ കേട്ടോ കാണാൻ പോണത്. ഇതാട്ടോ ഗിഫ്റ്റ്. ഞാൻ പറഞ്ഞ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ അന്ന് കിട്ടിയ ഗിഫ്റ്റ്.
ഗിഫ്റ്റ് ഞാൻ പൊളിച്ചെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ കണ്ടിട്ടുണ്ടായില്ല. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ഞാൻ കാണും കേട്ടോ. നോക്കാൻ എന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ഗൈസ്. ദേ നമ്മൾ കാണാൻ പോവാണ്. ഇപ്പം കാണും ഗൈസ്, ഇപ്പം കാണും. വാവ്, അടിപൊളിയായിട്ടുണ്ട് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദേ അവർ അവിടുന്ന് ബാക്കിൽ നിന്നൊക്കെ പറയായിരുന്നു, ഇത് ഇരട്ടകളോ, ഇത് ഏതൊക്കെയാണ് 2 അപ്പം ഞാൻ എനിക്കറിയില്ല എന്ന് പറയുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഫോട്ടോ. ഞങ്ങളൊരു പ്രാവശ്യം ടൂർ പോയപ്പോൾ എടുത്താൽ കേട്ടോ. അപ്പോൾ ദേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കറക്റ്റ് ബർത്ത്ഡേ ജൂൺ 26 എനിക്ക് എൻ്റെ ചേച്ചിമാരുടെ വകയുള്ള ഗിഫ്റ്റാട്ടോ. ദേ അവർ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടൊരു കാർഡ് ദേ ഇവിടെ വെച്ചിരിക്കുന്നു ഫ്രണ്ടിൽ. അതാണ് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതിയിട്ടുള്ള കാർഡ്. അത് ഞാൻ ഫസ്റ്റ് വായിച്ചു നോക്കിയില്ലായിരുന്നു, ലാസ്റ്റായിട്ടോ വായിച്ചു നോക്കിയേ. പിന്നെ ഇതെൻ്റെ മൂത്ത ചേച്ചി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കാർട്ടൂൺ തീം പോലെ ഒരു സംഭവത്തിൽ ഓരോ മെസ്സേജസൊക്കെ എഴുതിയിട്ട് ഉള്ള സംഭവം കേട്ടോ. പക്ഷെ അത് വായിച്ചപ്പോൾ എന്നെക്കുറിച്ചാണ് എഴുതിയത് എന്നൊരു ആകാംക്ഷയിൽ എനിക്ക് ചിരി വന്നു പോയി ഗൈസ്. പിന്നെ ഇതൊരു സമ്മർ ഔട്ട്ഫിറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സൂപ്പർ കൂൾ ഔട്ട്ഫിറ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പറ്റുകയാണെങ്കിൽ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇതിൻ്റെ ഡ്രസ്സുകളുടെ, എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഡ്രസ്സുകളുടെയൊക്കെ ഞാൻ ഇടാം കേട്ടോ ഗൈസ്. പിന്നെ ഞാൻ ഫോട്ടോയിൽ നേരത്തെ ഗിഫ്റ്റ് കിട്ടിയ ഫോട്ടോസിൽ ഞാൻ ആഡ് ചെയ്തായിരുന്നു എൻ്റെ ചേച്ചിമാരെങ്കിൽ തന്നത്. ഇതൊരു സ്പ്രേ ആട്ടോ ഗൈസ്. അപ്പോൾ ഈ സ്പ്രേ തുറക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരുന്നു, പാക്കേജ് തുറക്കാനും. പിന്നെ ഇത് തുറക്കാനാണ് ഈ സെലോ ടേപ്പ് പൊളിച്ചിട്ടും വരണ്ടായില്ല ഗൈസ്. ഈ കവറല്ല, ഇതിൻ്റെ ഉള്ളിലൊരു സെലോ ടേപ്പ് പാക്കേജ് ഉണ്ട്, അത് പൊളിച്ചിട്ടും വന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ടു പോയി ഗൈസ്. പിന്നെ കുറച്ച് നഖം ഉണ്ടായതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ സെറ്റാക്കി. പിന്നെ അതേ ചേച്ചിമാരെന്തൊക്കെയോ പറയണത് ഞാൻ തിരിച്ചും അവർക്ക് മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെ സെലോ ടേപ്പ് വെക്കാൻ വേണ്ടി തല കുത്തിയും തല തിരിച്ചും മറച്ചും ഒക്കെ ഞാൻ കഷ്ടപ്പെടണം. വലിച്ചെടുത്തു, ഒരു സൈഡ് എടുത്തു, ഇനി അടുത്ത സൈഡ് നമുക്ക് കഷ്ടപ്പെട്ട് വലിക്കാം ഗൈസ്. വലിച്ചിട്ട് കിട്ടുന്നില്ല, വലിച്ചിട്ട് കിട്ടുന്നില്ല ഗൈസ്. വലിച്ചിട്ട് കിട്ടി ഗൈസ്. നമ്മൾ തുറന്നു. സെറ്റ് സ്പ്രേ ഗൈസ്, സെറ്റ് സ്പ്രേ, നല്ല മണം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ കൂൾ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ചേച്ചിമാർ ഗിഫ്റ്റ് ചെയ്ത ഡ്രസ്സ് ഇതാട്ടോ. അപ്പോൾ നമുക്ക് ഇതോടുകൂടി നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ആരും പോകരുത്. അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നീക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുള്ള വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.